ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ. സദാപന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പ്രഭാസ് കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ആ ചിത്രം വിജയകരമായിട്ടുള്ള 34 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന് 33 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട്, അതോടൊപ്പം 33 ദിവസമായ തിങ്കളാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേശൻ അണിയിച്ചിരിക്കുക ബ്രഹ്മാണ്ഡ ചിത്രമാണ് കൽക്കി 2898 AD എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചിത്രം 33 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ചിത്രത്തിന് ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 633 കോടി 25 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം ചിത്രത്തിന് 33 ദിവസമായ 5 അതായത് 5th വീക്ക് മൺഡേയിൽ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന 1.25 കോടി രൂപയോളമാണ്. എന്തൊക്കെയാണ് ഒരു ഇന്ത്യൻ സിനിമ ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സിനിമയുടെ വലിയൊരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ചിത്രം ഇനി വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷനെ കളക്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നോക്കുകയാണെങ്കിൽ ഈ ശനിയാഴ്ച ഞായറാഴ്ച ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് 2 കോടി, ശനിയാഴ്ച 2 കോടി 90 ലക്ഷം രൂപ, ഞായറാഴ്ച 4 കോടി രൂപയും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇനി ഈ ഒരു വീക്കെൻഡിൽ കളക്ഷൻ കയറാനുള്ള സാധ്യതയുണ്ട്. ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 1100 കോടി കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പം ചിത്രം 1200 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ കരുതുന്നത്. കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.